നമസ്കാരം. മനസ്സേ ശാന്തമാകൂ എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക്ക് സ്ട്രെസ്സാണ്. നമ്മൾ ആരല്ലേ സ്ട്രെസ് അനുഭവിക്കാത്തത്? പക്ഷേ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടും ആ സ്ട്രെസ്സിൻ്റെ ഇഫക്റ്റ് കുട്ടികളിൽ എത്രത്തോളം ഉണ്ടാകുന്നു, അവരെങ്ങനെയാണ് അത് പ്രകടിപ്പിക്കുന്നത്, അതിനുള്ള പ്രതിവിധി എന്താണ്, ഇതെല്ലാം വന്ന് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ശാരീരികമായോ മാനസികമായിട്ടോ തോന്നുന്നൊരു ടെൻഷനാണ്. കുട്ടിക്കാലത്തെ നമ്മളതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? എക്സാം വരുന്ന സമയത്ത് നമ്മൾ എക്സാം എന്ന് പറയുന്ന ഉടനെ നമ്മുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങും, നമ്മൾ വിയർക്കും, നമ്മുടെ ശരീരം ആകെ തളരുന്ന പോലെ തോന്നും, മനസ്സിൽ ഭയങ്കരമായിട്ട് തോട്ട്സ്, ഒരുപാട് ചിന്തകൾ വരും. ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ട് നമ്മൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുക. കുട്ടികളുടെ സ്ട്രെസ്സ് അനുഭവപ്പെടുന്നത് പലപ്പോഴും അവർ കംപ്ലെയിൻ ചെയ്യുന്ന തലവേദന, അല്ലെങ്കിൽ കൂടെ വരുന്ന ഇൻഫെക്ഷൻസ്, ജലദോഷം, പനി, അതൊക്കെ അവരുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. വയറുവേദന, വളരെയധികം ക്ഷീണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ല, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളായിട്ടായിരിക്കും അവർ കംപ്ലെയിൻ ചെയ്യുന്നുണ്ടാവുന്നത്. പലവരും ഇതൊരു കുട്ടികളുടെ ഒരു അടവായിട്ട് നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. എങ്ങനെയാണ്? അവർ സ്കൂളിൽ പോകാൻ മടിയാണ്, അല്ലെങ്കിൽ പരീക്ഷ ഉണ്ടെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കാറ്. പക്ഷേ ആക്ച്വലി കുട്ടികൾ ആന്തരികമായിട്ട് അനുഭവിക്കുന്ന സ്ട്രെസ്സിൻ്റെ ഒരു എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ, അതായത് നമുക്ക് പുറമേ കാണുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ഇതെല്ലാം. കുട്ടി പലപ്പോഴും പറയുന്നത് എനിക്ക് വയറിളകുന്നു, അല്ലെങ്കിൽ അമിതമായിട്ട് വയറുവേദന എടുക്കുന്നു, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ ശക്തിയില്ല, പഠിക്കാൻ തോന്നുന്നില്ല, ഇതൊക്കെയായിരിക്കും. പക്ഷേ പണ്ടൊക്കെ ഇത് മടിയായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഒരുപാട് റിസർച്ച്, ഗവേഷണം നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇത് കുട്ടികളിൽ സ്ട്രെസ്സിൻ്റെ കാരണം കൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കുട്ടികളിൽ ഇതിൻ്റെ ഒരു ഒരു ഇഫക്റ്റ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, സ്ട്രെസ്സ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് സ്ട്രെസ്സിൻ്റെ എപ്പിസോഡ് നമ്മൾ കുഞ്ഞുങ്ങളിൽ അനുഭവപ്പെടുന്നത് ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ആയിട്ടാണ്. അതായത് കുഞ്ഞ് ജനിച്ച് കുറച്ചാകുമ്പോഴത്തേക്ക് അമ്മ മാറിപ്പോകുന്നു, ദൂരത്തേക്ക് എവിടെയെങ്കിലും മാറിപ്പോകുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉളവാകുന്ന ഒരു ടെൻഷനുണ്ട്, അമ്മ എന്നെ വിട്ട് പിരിഞ്ഞു പോകുമോ എന്ന്. അതാണ് സെപ്പറേഷൻ ആങ്സൈറ്റി ആയിട്ട് സൈക്കോളജിയിൽ പറയുന്നത്. പക്ഷെ അതുകൂടാതെ നമ്മൾ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ കുറേ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വിട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കൂടി വന്ന് കുറച്ചുകൂടെ ശാരീരികമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് വരുന്നു. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ കുറേ ലക്ഷണങ്ങൾ. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്, അതായത് കുട്ടിക്കാലം മുതലേ ചെറുതായിട്ട് തുടങ്ങി ഒരു ടീനേജ്, അഡോളസൻസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വളരെ പ്രകടമായിട്ട് വരുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. കാരണങ്ങൾ 2-3 ചെറിയ കുട്ടികളായിരിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും കുട്ടികൾക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അവരനുഭവിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മൾ പലപ്പോഴും അത് നോട്ടീസ് ചെയ്യത്തില്ല. പക്ഷേ കുറച്ചുകൂടെ വലുതായി വരുമ്പോഴായിരിക്കും അവർ റിബല്യസ്നെസ്, അതായത് സ്വഭാവത്തിലെ ചേഞ്ചസ് നമ്മൾ കണ്ടുവരുന്നത്. പെട്ടെന്ന് ദേഷ്യം വരിക, പ്രത്യേകിച്ച് ഒരു ടീനേജ് ഇയേഴ്സൊക്കെ ആവുന്ന സമയത്ത്, ഒരു 12 വയസ്സ് പ്യൂബേർട്ടി അച്ചീവ് ചെയ്ത സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, എന്ത് കാര്യം പറഞ്ഞാലും അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല, അതിനെ റിബൽ ചെയ്യുക, അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പോവുക. പിന്നെ 3-ാമത്തെ കാര്യം, പലപ്പോഴും നേരത്തെ ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അപ്പം ചുമ്മാ ഈ സ്ക്രീനിൽ നോക്കി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുക. പിന്നെ കൂടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ വളരെ ആക്റ്റീവായിട്ട്, സോഷ്യലി വളരെ ആക്റ്റീവായിട്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്തിരുന്ന കുട്ടികൾ പെട്ടെന്ന് ഐസൊലേറ്റഡ് ആവുക, ഒരു മുറിയിലേക്ക് ഒതുങ്ങിക്കൂടുക, യാതൊരു വിധത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റി ഇല്ലാതെയാകുക. ഇതൊക്കെ ഈ സ്ട്രെസ്സിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് ഒരു അഡോളസൻ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് കണക്കാക്കാം. കുട്ടിക്കാലത്തെ ഇത് ഇത്രയും പ്രകടമാകില്ല, കുറച്ചുകൂടെ ഫിസിക്കൽ സിംറ്റംസ് ആയിരിക്കും. പക്ഷേ ടീനേജ് ആകുമ്പോഴത്തേക്ക് ഇത് ബിഹേവിയറൽ സിംറ്റംസ് ആയിട്ട് മാറിത്തീരും. അപ്പോഴും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല ഇത് കുട്ടികളിൽ സ്ട്രെസ് അനുഭവിക്കുന്ന കൊണ്ടാണ് അവരിൽ ഈ സ്വഭാവത്തിൻ്റെ ചേഞ്ചസ് വന്നിരിക്കുന്നതെന്ന്. അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് ഫസ്റ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കുട്ടികളെ കേൾക്കാൻ നോക്കുക. ദാറ്റ് ഈസ് കോൾഡ് മൈൻഡ്ഫുൾ ലിസ്ണിങ്. അതായത് നമ്മൾ സാധാരണ ഒരു കോൺവെർസേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ശ്രദ്ധിച്ച് കേൾക്കുന്നത്? അയാൾ പറയുന്നൊരു കാര്യത്തിന് മറുപടി പറയാനാണ്, അല്ലെങ്കിൽ പേരൻസ് ആകുമ്പോൾ പലപ്പോഴും അഡ്വൈസ് കൊടുക്കാനാണ് കുട്ടികൾക്ക് ശ്രമിക്കുക, അല്ലേ? അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്യണം. പക്ഷേ കുട്ടികൾക്ക് വേണ്ടത് അഡ്വൈസിനെക്കാട്ടിലും ആരെങ്കിലും കേൾക്കുക, അവരുടെ ഒരു പ്രശ്നമുണ്ട്, അത് ഒരാൾ കേൾക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അപ്പം മൈൻഡ്ഫുൾ ലിസ്ണിംഗ് എന്ന് പറയുന്ന കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡെഫിനറ്റായിട്ട് നമ്മളും ട്രെയിൻഡ് ആവണം. പേരൻസ് ആയാലും സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും ശരി, അവരെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ അഡൾട്ട്സും ഇത് ട്രെയിൻ ചെയ്തിരിക്കണം. അതോടൊപ്പം കുട്ടികൾക്കും ആ ഒരു സ്വഭാവം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ്? ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക, അത് ഉൾക്കൊള്ളുക. അപ്പം മൈൻഡ്ഫുൾ ലിസ്ണിംഗ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ തിരിച്ചൊന്നും പറയാതെ ഫുള്ളായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. നമ്പർ 1 വെരി ഇമ്പോർട്ടൻറ്റ്.
സെക്കൻഡ് തിങ്, നമുക്ക് തന്നെ അപ്പോൾ ഒരു ടെൻഡൻസി വരും, ഓക്കെ ഇതിനൊരു മറുപടി പറയണം അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി കൊടുക്കുന്നതിനെക്കാട്ടിലും കുട്ടികളെ കൊണ്ട് സൊല്യൂഷൻ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് സജഷൻസ് പറയാം, അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ശരി എന്താണ് സ്ട്രെസ്സിൻ്റെ കാരണം. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അവർക്ക് തന്നെ അറിയില്ല അവർക്ക് എന്താണ് ടെൻഷൻ ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പെട്ടെന്നുള്ള ചേഞ്ച് ആയിരിക്കും, സ്വഭാവത്തിലുള്ളൊരു മാറ്റമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും, അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ, അല്ലെങ്കിൽ ഇതും പോട്ടെ, ഇതൊരു എന്താ പറയുക ഒരു ഫാമിലി ഡൈനാമിക്സിൽ വരുന്ന ഒരു ചേഞ്ചാണ്. പക്ഷേ ഇനി സ്കൂളിലാകുമ്പോഴത്തേക്ക് ഒരുപാട് അക്കാഡമിക് പ്രഷറുണ്ട് ഇന്നത്തെ കുട്ടികളിൽ. അക്കാഡമിക് പ്രഷർ എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യണം എന്നും. കുട്ടിക്കാലം മുതലേ ഒരു പ്രീ സ്കൂൾ ലെവൽ മുതലേ കുട്ടികളെ കോമ്പീറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. എപ്പോഴും നമ്മൾ കോപ്പറേറ്റ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ഉദാഹരണത്തിന് എല്ലായിടത്തും ഒരു കോമ്പറ്റീഷനാണ്, റണ്ണിങ് റേസ് ഒരു കോമ്പറ്റീഷനാണ്, പഠിത്തം ഒരു കോമ്പറ്റീഷനാണ്, ലിറ്റററി വർക്ക്സ് ഇപ്പോൾ നമ്മളൊരു പോയിട്രി ആയിക്കോട്ടെ, കഥ എഴുത്തായിക്കോട്ടെ, ഇതെല്ലാം ഒരു കോമ്പറ്റീഷനായിട്ട്, ഒരു സ്പർദ്ധയായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. ഇതിനെക്കാട്ടിലും ഉപരി ഒരു ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി ആയിട്ട് കുട്ടികളെ പഠിപ്പിച്ചാൽ അത് അവരെ കോപ്പറേറ്റ് ചെയ്യാനായിട്ട്, മറ്റ് ഇൻഡിവിജ്വൽസായിട്ട് കോപ്പറേറ്റ് ചെയ്യാനായിട്ടും കൂടുതൽ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പം ഡെഫിനറ്റായിട്ട് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യണം. അക്കാഡമിക്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അവർ ഓരോ വിഷയം പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ ഒരു അപ്ലൈഡ് ആസ്പെക്റ്റ്, അതായത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ എന്താണ് ഇഫക്റ്റ്. ഇപ്പോൾ പലപ്പോഴും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികൾ ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റനാണ്, ഞാൻ എന്തിന് ട്രിഗ്നോമെട്രി പഠിക്കണം, ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് ട്രിഗ്നോമെട്രി പഠിച്ചിട്ട് കാര്യമില്ല. കുറേ കുട്ടികൾ ചോദിക്കും ഫിസിക്സ് പഠിച്ചാൽ എനിക്ക് എന്താ പ്രയോജനം, എനിക്ക് എക്കണോമിക്സിലാണ് താല്പര്യം. ഇനി ഈ സയൻസ് ബേസ്ഡ് കുട്ടികൾ ചോദിക്കും വൈ ഷുഡ് ഐ ലേൺ, ഞാൻ എന്തിനാണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ പാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ തിരിച്ചറിവ് കുട്ടികൾക്കില്ല. പലപ്പോഴും നമ്മളായ അച്ഛനമ്മമാർക്കോ സ്കൂൾ ടീച്ചേഴ്സിനോ ഉണ്ടാവാറില്ല. അപ്പം കുട്ടികൾക്ക് അധികം പറഞ്ഞു കൊടുക്കേണ്ടത് ഇതെല്ലാം നമ്മുടെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഫൗണ്ടേഷനുള്ള ബേസിക് കാര്യങ്ങൾ, നമ്മൾ മണി മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഒരു ബേസിക് മാത്സും ബാങ്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. പിന്നെ സാമൂഹ്യശാസ്ത്രം നമുക്ക് വേണം, കാരണം സമൂഹമായിട്ട് എങ്ങനെ ഇടപഴകണം. അതോടൊപ്പം തന്നെ ജിയോഗ്രഫിക്കൽ, അതായത് നമ്മുടെ വേൾഡിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. സയൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ പ്രകൃതിയോട് നമ്മൾ ഇണങ്ങിച്ചേരുന്ന ആൾക്കാരാണ്, നമ്മളും ഒരു ആനിമൽ കിങ്ഡത്തിൻ്റെ ഭാഗമാണ്. അപ്പം പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുമ്പോഴത്തേക്ക് കുറേ ഫിസിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അത് ലൈറ്റിൻ്റെ ഇഫക്റ്റ് ആയിക്കോട്ടെ, ഹീറ്റിൻ്റെ ഇഫക്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ പറയുന്ന കണക്ക് നമ്മുടെ ഗവൺമെൻറ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഒരു സിവിക് സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതെല്ലാം ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ അത് എന്തിനാണെന്ന് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് ഇതുവരെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അത് നമ്മുടെ കയ്യിലൊരു വീഴ്ചയാണ് അത് ആക്ച്വലി. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വൈ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, എന്തിനാണിത് പഠിക്കുന്നത്, അത് ഈ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം ചെയ്യും. അപ്പം അക്കാഡമിക്കലി പ്രഷർ കൊടുക്കാതെ ഇത് എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും, കാരണം കുട്ടികളുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ഒരു ജിജ്ഞാസ കൂടുതലാണ് അഡൾട്ട്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് താല്പര്യത്തോടുകൂടെ പഠിക്കാൻ പറ്റും. ഇന്ന് പല കുട്ടികളും പലതും പഠിക്കുന്നത് അവർക്ക് വേറെ നിവൃത്തിയില്ല, ഫോഴ്സ്ഫുള്ളായിട്ടാണ് അല്ലേ, അതുകൊണ്ട് തന്നെ അവർക്കതിൽ താല്പര്യമില്ല. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കാഡമിക് പ്രഷർ കൊടുക്കാതെ ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുക, അത് എന്തിനാണെന്ന് പഠിപ്പിക്കുകയും അത് അവർ ഉൾക്കൊണ്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അക്കാഡമിക് പ്രഷറിൻ്റെ കേസിലാണെങ്കിൽ. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് അല്ല. കോമ്പറ്റീഷനുണ്ട്, നമുക്ക് ജീവിതത്തിൽ കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ കോപ്പറേഷനും വേണം. അപ്പോൾ ഈ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യാനുള്ളത്, എൻ്റെ മോളിപ്പം ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അവർ 4-5 കുട്ടികൾ ഒരുമിച്ചിരുന്നാണ് പഠിച്ചത്. അപ്പോൾ അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. ഒരാൾക്ക് ഒരു സബ്ജക്റ്റ് നല്ലോണം അറിയാം, വേറെ ആൾക്ക് വേറെ സബ്ജക്റ്റ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം എല്ലാവരുടെയും ആ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എങ്കിൽ കോപ്പറേഷനുമുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇത് പലവരിലും നമ്മളില്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത്, എനിക്ക് ബെറ്റർ ആവണം എന്ന്. യെസ്, എല്ലാവരും ബെറ്റർ ആവണം, ബട്ട് നമ്മളൊരു ടീമായിട്ട് ബെറ്റർ ആവുകയാണെങ്കിൽ ഇറ്റ്സ് ഈസിയർ. നമുക്ക് പിൽക്കാലത്ത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റ് അവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ടീച്ചേഴ്സിന്
ഒരുപാട് അക്കാഡമിക് പ്രഷർ കൊടുക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് ബോർഡ് എക്സാമിൻ്റെ സമയത്തൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ പഠിക്കണം, അങ്ങനെ പഠിക്കണം, ദർ ഇസ് എ ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ, സ്കൂൾസിന് പെർഫോം ചെയ്തേ പറ്റൂ അല്ലേ. നമുക്കൊരു 100% വിജയം ഇത് കിട്ടിയില്ലെങ്കിൽ ദെൻ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് റൈറ്റ്. അപ്പം ടീച്ചേഴ്സിനെയും ഇതിനെക്കുറിച്ച് കുറേ കൗൺസിൽ ചെയ്യാനുണ്ട്. ആ 100% നമുക്ക് എത്തിക്കാൻ പറ്റും, പക്ഷെ അത് നമ്മൾ സ്ട്രെസ്സ് കൊടുത്തുകൊണ്ടല്ല ചെയ്യേണ്ടത്. മറിച്ച് കുട്ടികളെ മനസ്സിലാക്കി അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പ്രഷറൈസ്ഡ് ആയിട്ട് നമ്മൾ അവരെ പ്രഷർ കൊടുക്കുന്നുണ്ട്, യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അത് പിൽക്കാലത്ത് ഒരു ആങ്സൈറ്റി, ഒരു എന്താ പറയുക, മാനസിക സമ്മർദ്ദത്തിലേക്കും ഡിപ്രഷനിലേക്കും കുട്ടികളെ എത്തിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻ നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. വിഷാദ രോഗത്തിലേക്കും മറ്റും. എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പല കുട്ടികളും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന കുട്ടികൾ തന്നെയാണ്. വളരെ സങ്കടം തോന്നും. കാരണം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ വിഷാദം എന്താണ്, അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് എന്താണെന്ന് നമ്മൾ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു 10 വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു 12 വയസ്സുള്ളൊരു കുട്ടി പറയുകയാണ് എനിക്ക് വിഷാദ രോഗമുണ്ടെന്ന് പറഞ്ഞാൽ, അത് ശരിക്കും നമ്മുടെ സാമൂഹികമായിട്ട് നമ്മുടെ എത്രത്തോളം നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണം അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താനുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഡയറക്റ്റ് ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം അക്കാഡമിക്സിൻ്റെ കാര്യത്തിൽ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ സോഷ്യൽ സ്കിൽസിൻ്റെ കാര്യത്തിൽ, അപ്പോൾ അതിൽ നമുക്ക് വേറൊരു കാര്യം വളരെയധികം എൻകറേജ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ടീം സ്പോർട്സ്. അതായത് ഗ്രൂപ്പായിട്ടുള്ള സ്പോർട്സ്, അത് ഫുട്ബോൾ ആയിക്കോട്ടെ, ബാസ്കറ്റ് ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് അധികമായിട്ടും നമ്മൾ എൻകറേജ് ചെയ്യണം. ഫിസിക്കൽ ആക്ടിവിറ്റി ഡെഫിനറ്റായിട്ട് നല്ലതാണ്. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല അല്ലേ, അവർക്കിങ്ങനെ തുള്ളിച്ചാടി നടക്കണം. അപ്പോൾ ആ ഒരു എനർജി നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സ്പോർട്സ് വെച്ച് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ മാത്രമല്ല കോമ്പറ്റീഷൻ്റെ ഭാഗം, വി ആർ ഓൾ ടുഗെദർ ഇൻ ദിസ്, എല്ലാവരും ഒന്നിച്ചാണ് എന്നുള്ളൊരു ചിന്താഗതി വളർത്താൻ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്. സൈക്കോളജിക്കൽ പ്രഷർ എവിടെ നിന്നാണ് വരുന്നത്? ഒന്ന് പിയർ പ്രഷർ, അതായത് നമ്മുടെ ചുറ്റിനുമുള്ളവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്താണ്? എൻ്റെ ഫ്രണ്ടിന് ഐഫോണുണ്ട്, എനിക്ക് ഐഫോണില്ല, അപ്പോൾ എനിക്കൊരു ഫോൺ വേണം, സ്മാർട്ട് ഫോൺ വേണം. അപ്പോൾ ദിസ് ഇസ് ശരിക്കും പറഞ്ഞാൽ പേരൻസിന് ഒരു അഡീഷണൽ പ്രഷറാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ അവെയർ ആക്കുന്നത് ഐഫോൺ ഓർ നോ ഐഫോൺ, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം ഞാനായിട്ടിരിക്കും. അത് ഏത് ഗാഡ്ജറ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിലും, ഏത് ഉടുപ്പ് ഇപ്പോൾ ബ്രാൻഡഡ് ക്ലോത്ത്സ് അല്ലേ, പല കുട്ടികൾക്കും ഇപ്പോൾ എന്താണ് നൈക്കിയുടെ ഷൂസേ ഇടുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുന്നത് വളരെ കോൺഷ്യസ് ആണ് അവരെല്ലാ കാര്യത്തിലും അല്ലേ. കോസ്മെറ്റിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിസിക്കൽ അപ്പിയറൻസ് ഇസ് ഗുഡ്. നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യണം, നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യണം, നമ്മൾക്ക് കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത് നമ്മളെ ഓവർകം ചെയ്യരുത്, നമ്മളായിരിക്കണം അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഇതിൻ്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ എവിടെയാണ് കാണുന്നുണ്ട്? നമ്മൾ ഈ പ്രീ സ്കൂൾ കിൻഡർ ഗാർഡനിൽ പോകുന്ന കുട്ടികൾ TV ഓൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്നത് എന്താ? കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് വരും അല്ലേ. അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡിൻ്റെ കുറേ സ്നാക്സിൻ്റെ, അൺഹെൽത്തി സ്നാക്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ് നമ്മൾ കാണുന്നത്. കുറേ ഡ്രിങ്ക്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, പിന്നെ ഇപ്പം വരുമ്പോഴത്തേക്ക് എവറിത്തിങ് ഈസ് കമേഴ്ഷ്യലൈസ്ഡ്. അപ്പം കുട്ടികളെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. അത് ഏറ്റവും ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഘടകമായിട്ടൊന്നും നമ്മളത് കണക്കാക്കേണ്ടതില്ല. ഇനി നമ്മൾ വേറൊരു കാര്യം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം വെച്ചാൽ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് ഊന്നൽ കൊടുക്കണം. കാരണം ഇന്നത്തെ കാലത്ത് റിസർച്ച് നടത്തുന്ന ഒരു വലിയ ഫീൽഡാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ്. അതായത് നമ്മുടെ ദഹനവും നമ്മുടെ ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസ് പോഷകാംശങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മുടെ ചിന്തകളും പല സ്വഭാവങ്ങളും വരുന്നത്. അതിൻ്റെ ഗവേഷണത്തോടുകൂടെ ഒരുപാട് പ്രൂഫുള്ള കാര്യങ്ങളാണ്. അപ്പം കുട്ടികൾക്ക് അൺഹെൽത്തി സ്നാക്കിങ്, അതായത് നമ്മുടെ ജങ്ക് ഫുഡ്സ്, ഇതെല്ലാം നമ്മുടെ സ്ട്രെസ്സിനെ ആക്ച്വലി കൂട്ടും. അതെങ്ങനെയാണ് ഞാൻ പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പറയാം. പക്ഷേ ഈ ഹെൽത്തി ഫുഡെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള ഭക്ഷണം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇപ്പം നമ്മൾ ആഡിൽ കാണല്ലേ, ഞാൻ ബ്രാൻഡ്സ് എടുത്ത് പറയുന്നില്ല, പക്ഷേ എങ്കിലും അവർ പറയും ഇത് കലക്കി കുടിച്ചാൽ കുട്ടിയുടെ ആരോഗ്യം നല്ലതാവും, അല്ലെങ്കിൽ അവരുടെ വളർച്ച കൂടുന്നൊക്കെ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്, കാരണം അതിനകത്ത് ഫുൾ ഷുഗറാണ്, ഇറ്റ്സ് ലോഡഡ് വിത്ത് ഷുഗർ. ആ ഷുഗർ എന്ത് ചെയ്യും? ഈ മധുരം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്യൂവലാണ്. നമ്മളിപ്പോൾ കാറിൽ എക്സ്ട്രാ ഫ്യൂവൽ ഒഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കാറിന് യാതൊരു പ്രയോജനമില്ല. അതിന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫ്യൂവലേ അതിനെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ എടുത്തു കഴിയുമ്പം ഈ ആവശ്യമില്ലാത്തൊരു ഷുഗർ നമ്മുടെ ശരീരത്തിൽ അടി. അപ്പോൾ അതാണ് നമുക്ക് പലപ്പോഴും കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവാനുള്ള കാരണം. റെസ്റ്റ്ലെസ്നെസ് അല്ലേ. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് നമ്മൾ ഒരിടത്തിരിക്കാൻ പറഞ്ഞാൽ അവർക്ക് കുറച്ചേരം ഇരുന്ന് കഴിയുമ്പോൾ അവരൊന്ന് ബോറടിക്കുന്നത്. ദി ബിക്കം സോ റെസ്റ്റ്ലെസ്. അപ്പം ഷുഗർ ഡെഫിനറ്റ്ലി നമ്മൾ ഫുഡിൽ നിന്ന് കട്ട് ഡൗൺ ചെയ്യണം. അത് ഡയറക്റ്റ് ഷുഗർ വളരെ കുറവായിരിക്കും. പലപ്പോഴും ഇപ്പം ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പം ഷുഗർ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഫുഡുകൾ, ചിപ്സ് ആയിക്കോട്ടെ,
നമ്മുടെ എന്താ പറയുക ബേക്കറി സാധനങ്ങളായിക്കോട്ടെ, നമ്മൾ എന്താ പറയുക ഈ പറഞ്ഞാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ അല്ലെ, പലപ്പോഴും കോൺഫ്ലേക്സ് അത് ഹെൽത്തിയാണ്, നമ്മൾ വീറ്റ് ഫ്ലേക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ വാങ്ങി കഴിക്കാറുണ്ട്. പിന്നെ കുറേ സോസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ, കെച്ചപ്പ്, പിന്നെ മെയ്നസ്, അങ്ങനത്തെ സോസ്. അപ്പോൾ ഇതിലെല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് പലപ്പോഴും വളരെയധികം ഷുഗർ കണ്ടൻറ്റാണ്. അപ്പോൾ ഇതെല്ലാം കഴിയുന്ന നമ്മൾ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. വീട്ടിലുണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അതായിരിക്കും നല്ല ഓപ്ഷൻ. പക്ഷേ ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ യൂസേജ് തീർച്ചയായിട്ടും മിനിമൈസ് ചെയ്യുക. പിന്നെ ഷുഗറിൻ്റെ കണ്ടൻറ്റ് പറഞ്ഞു കൊടുത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു ഭക്ഷണ രീതി. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്ന, കുട്ടികൾക്ക് രാവിലെ പാലിൽ എന്തെങ്കിലും കലക്കി കൊടുക്കും, പക്ഷേ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടത്തില്ല. കാരണം ഇത്രയും ഷുഗർ ചെന്നില്ലേ, അത് ബേൺ ചെയ്താൽ നമുക്ക് വീണ്ടും വിശക്കില്ല. അപ്പം അച്ഛനും അമ്മയും പറയുന്നത് എന്താ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, കുട്ടി ശരിക്കും ഫുഡ് കഴിക്കുന്നില്ല. അത് കുട്ടികളുടെ പ്രശ്നമല്ല, നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലായതിനുള്ള പ്രശ്നമാണ്. അപ്പം കഴിയുന്നതും ഒരുപാട് വെജിറ്റബിൾസ് രാവിലെ കുട്ടികൾക്ക് കൊടുക്കണം. ഇന്നത്തെ നമ്മുടെ സമൂഹം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് പലരും വലിയ എന്താ പറയുന്നത്, ഒരു ഭയങ്കര പോഷായിട്ടാണ് പറയുന്നത്, എൻ്റെ കുട്ടി വെജിറ്റബിൾസ് കഴിക്കില്ല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് ഗുഡ്, ദാറ്റ് ഇസ് വെരി ബാഡ്. നമ്മൾ കുട്ടിക്കാലം മുതലേ ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കാൻ പഠിപ്പിക്കണം. രാവിലെ ഒരു ബോൾ വെജിറ്റബിൾ എന്തായാലും കഴിക്കണം, വേറെ എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും. അതിനകത്ത് നെയ്യോ ബട്ടറോ ഇട്ട് കഴിക്കുമ്പം നമ്മുടെ സ്ട്രെസ് ലെവൽസ്, നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഈ കെമിക്കൽസിനെ, പോസിറ്റീവ് കെമിക്കൽസിനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ADHD പോലുള്ള റെസ്റ്റ്ലെസ്നെസ്, ആങ്സൈറ്റി, വിഷാദം, ഇങ്ങനത്തെ അസുഖങ്ങൾക്കുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറയ്ക്കാനും സാധിക്കും. അപ്പം ബേസിക്കായിട്ട് നമ്മൾ ഇത്രയെങ്കിലും നമ്മൾ ഡയറ്റിൽ ചെയ്യണം. പിന്നെ കളർഫുൾ, എല്ലാ കളറിലെ ഫുഡും കുട്ടികൾക്ക് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അതിലാണ് എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന്. അപ്പോൾ സ്ട്രെസ്സ് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാനായിട്ട് നമ്മുടെ ശരീരത്തിനെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഭക്ഷണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളതായിട്ട് അതിലാവശ്യത്തിനുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും വേണം. അതോടൊപ്പം തന്നെ ബാക്കി പ്രോട്ടീൻ, എന്താണ് അന്നജം, മാംസജം, കൊഴുപ്പ്, അതെല്ലാം ആവശ്യത്തിന്. അത് കുട്ടിയുടെ ഹൈറ്റ്, ഏജ്, പ്രവൃത്തി എല്ലാം അനുസരിച്ചിട്ടിരിക്കും. അപ്പം അതനുസരിച്ച് നമ്മൾ കൊടുക്കണം. അപ്പം ബാലൻസ് ഡയറ്റ് ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, ഈ പറഞ്ഞ ADHD, ഹൈപ്പർ ആക്ടിവിറ്റി, ഇതെല്ലാം കുറയ്ക്കാനായിട്ട് നമ്മൾ അധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡയറ്റ്. ഇനി ഡയറ്റ് മാത്രം മതിയോ? ഒരിക്കലുമില്ല. ഫിസിക്കൽ ആസ്പെക്റ്റ് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സ്പോർട്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, രാത്രി ഇപ്പം പലപ്പോഴും നമ്മുടെ ഫാമിലീസിലൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അത്താഴമായിരിക്കും ഒന്നിച്ച് കഴിക്കുക. അപ്പോൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു 10-15 മിനിറ്റ്സ് ഒന്ന് നടക്കാൻ പോവുക. എത്ര ഫാമിലീസ് ഇത് ചെയ്യുന്നുണ്ട്? കാരണം നമുക്ക് വേണ്ടത് എന്താ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ ഫാമിലിയോടുള്ളൊരു ഇൻട്രാക്ഷൻ വേണം അല്ലേ. രാവിലെ സ്കൂളിൽ പോയിട്ട് വന്നാൽ പലപ്പോഴും അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ട് ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും വൈകുന്നേരം വരുന്നുണ്ടാവുക. അപ്പം ഒരു ഇൻട്രാക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം, ഇതൊന്നും പലപ്പോഴും നടക്കാറില്ല. അച്ഛനമ്മമാർ അവരുടെ ജോലി തിരക്ക്, അവരുടെ പ്രശ്നങ്ങളായിട്ടിരിക്കുമ്പം കുട്ടികളെ കേൾക്കാൻ നമുക്കൊരു അവസരം ലഭിക്കുന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് നമുക്ക് സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും അന്നത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും. ഒപ്പം തന്നെ നമുക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റി, കുറച്ച് നമ്മുടെ ശരീരം അനങ്ങി നമ്മൾ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ്, അതായത് ഷുഗറിൻ്റെ അളവ് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് ഫിസിക്കൽ ആക്ടിവിറ്റീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏജ് അനുസരിച്ച് അവർ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ, ഇനി സ്പോർട്സ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണെന്നിരിക്കട്ടെ, അവർക്ക് ഫിസിക്കലി അത്ര ആക്റ്റീവ് ആവാൻ സാധിക്കുന്നില്ല, അവരെ സിമ്പിളായിട്ടൊരു സൈക്ലിംഗ്, വീട്ടിൽ തന്നെ ഒരു സൈക്കിൾ വാങ്ങിച്ച് സൈക്ലിംഗ് ചെയ്യാൻ എൻകറേജ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വീക്കെൻഡ്സ് എങ്കിലും അവരെ ഒന്ന് പ്രകൃതിയിലൊന്ന് ട്രെക്കിങ്ങിന് കൊണ്ടുപോകുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും സിമ്പിളും ഇഫക്റ്റീവായിട്ടുള്ള വേറൊരു ടിപ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഗ്രൂപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിൻറ്റ്, മൈൻഡ്ഫുൾ ലിസണിങ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കുക. അതിൽ നിന്ന് തന്നെ അവരുടെ ജീവിതം എന്താണെന്ന് നമുക്ക് കുറേ കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർക്കും പറയാൻ താല്പര്യം ഉണ്ടാവും. ഈ ഇടയായിട്ട് നമ്മൾ കുറേ കുട്ടികൾ എന്ന് പറഞ്ഞാൽ തീരെയും ചെറിയ കുട്ടികളും മുതൽ ഒരു യങ് അഡൾട്ട്സ് വരെയുള്ള കുട്ടികൾ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഒരുപാട് വയലൻസിൽ എൻഗേജ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അവർ തനിച്ചാണ്, ദേ ആർ ലോൺലി. അവർക്ക് മിണ്ടാനും പറയാനും അവരുടെ ആശയവിനിമയം നടത്താനും ഒരവസരമില്ല. അവരൊരു മുറിക്കകത്ത് ഒതുങ്ങിക്കൂടുന്നതിൻ്റെ ഡേഞ്ചർ എന്താണ്, ഞാനത് പറഞ്ഞിട്ടില്ല. ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നു. സൈബർ ബുള്ളിയിങ് അല്ലെങ്കിൽ വെർച്വൽ വേൾഡിലേക്ക്
അവർ എത്തിപ്പെടുന്നു. അപ്പം നാച്ചുറലി ചുറ്റുമുള്ളവരല്ല എനിക്ക് കൂട്ടുകാർ, എവിടെയോ ഉള്ള നമുക്ക് മുഖം പോലും തിരിച്ചറിയാത്ത ആരോ ഒരാളുമായിട്ടുള്ള ഒരു ഇടപഴക്കം വരുമ്പോൾ അവരുടെ നെഗറ്റീവ് ടെൻഡൻസീസ് അല്ലെങ്കിൽ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരുപാട് തെറ്റായ ധാരണകളിലും ചിന്തകളും ഈ കുട്ടികളിൽ എത്തിച്ചേരുന്നു. അപ്പം ഞാനല്ലാതായി മാറുന്നൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അച്ഛനമ്മയുടെ അടുത്ത് നമുക്ക് ദേഷ്യം, നമ്മൾ അവരുടെ അടുത്ത് അവർ പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല. നമ്മുടെ വെർച്വൽ സ്പേസിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ അനുകരിക്കാൻ നോക്കുന്നു. അതിന് സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ വേഷവിധാനം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ കോപ്പി അടിക്കും. കാരണം കുഞ്ഞുങ്ങൾക്ക് അവരൊരു ബ്ലാങ്ക് സ്ലേറ്റ് അല്ലേ, അവർക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം വരുന്നതേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് ഇതെല്ലാം അനുകരിച്ചിട്ട് ഒരു വയലൻസിലേക്കും അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലേക്കും മോശപ്പെട്ട കൂട്ടിലേക്കും എല്ലാം പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിർത്താനായിട്ട് അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. അത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വളരെ തിരക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്കെൻഡ്സ് എങ്കിലും ശനി ഞായറെങ്കിലും അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും എക്സ്പെൻസീവ് ഭക്ഷണം കൊടുക്കുന്നതോ ഏറ്റവും മുന്തിയ വസ്ത്രം കൊടുക്കുന്നതോ വലിയ വീട് കൊടുക്കുന്നതിലോ അല്ല കാര്യം. ഈ സെക്യൂർ സ്പേസ്, ദ സേഫ്റ്റി ഓഫ് ഹോം, അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി ഈ വെർച്വൽ വേൾഡ് ഇന്നത്തെ കുട്ടികളെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ സ്ട്രെസ് ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ ഈ സോഷ്യൽ മീഡിയ ആണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നു. ഈ ഇൻഫർമേഷൻ ശരിയോ തെറ്റോ എന്ന് അവർക്കറിയില്ല. അതവർ പ്രോസസ്സ് ചെയ്യാൻ നോക്കുന്നു. അതിനോടൊപ്പം തന്നെ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് പിയർ പ്രഷർ. അതായത് വേറെ കുട്ടികളുടെ ഒരു പ്രഷറുണ്ട്, ഞാനത് കണ്ടു നീ ഇത് കണ്ടില്ലേ, അപ്പോൾ അത് അനുകരിക്കാനുള്ളൊരു ടെൻഡൻസി. എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ തിളങ്ങി നിൽക്കണമെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി. അപ്പോൾ ഇതെല്ലാം വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. സൈബർ സ്പേസിനെ പറ്റി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. 3 രീതിയിൽ നമുക്ക് ഈ സൈബർ സ്പേസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, പല കാര്യങ്ങൾക്കും ഇപ്പോൾ നമ്മളാണെങ്കിൽ ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഗൂഗിളെടുത്ത് സെർച്ച് ചെയ്യും അല്ലേ. ഗൂഗിൾ സെർച്ച് ഇസ് ഗുഡ്. ആ ഇൻഫർമേഷൻ എല്ലാം നമുക്ക് കിട്ടും. പക്ഷേ അതിൽ എല്ലാ ഇൻഫർമേഷനും കറക്റ്റാണോ? ഒരിക്കലുമല്ല. അപ്പോൾ ശരി ഏത് തെറ്റേതെന്ന് തിരിച്ചറിയാനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ഇനീഷ്യലിയെങ്കിലും കൊടുക്കണം അല്ലേ. ഇതിൻ്റെ പ്രസക്തി എപ്പോഴാണ് വന്നത്? നമ്മൾ കോവിഡ് സമയത്ത് മിക്ക സ്കൂളുകളും ഓൺലൈൻ ക്ലാസ്സുകൾ വെച്ചപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും സ്കൂൾ കേൾക്കുമ്പോൾ ബോറടിക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അപ്പുറത്തൊരു സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ട്, അപ്പുറത്തൊരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെർച്ചും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേരൻസിനെയും കൺട്രോൾ കുറേ നഷ്ടപ്പെട്ടു ഈ കുട്ടികൾ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ സൈബർ സ്പേസിനെ പറ്റി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പം സൈബർ സ്പേസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പല പ്രോജക്റ്റുകൾ ചെയ്യാനും ഈ ലോകമെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഗവേഷണങ്ങൾ നടത്താനും റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സൈബർ സ്പേസിൽ നമുക്ക് കിട്ടും. പക്ഷേ അതോടൊപ്പം തന്നെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെയാണ് പലപ്പോഴും പോണോഗ്രഫി അല്ലെങ്കിൽ പീഡോഫീലിയ, സെക്ഷൽ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം കുട്ടികൾ എക്സ്പോസ്ഡ് ആവുന്നത്. അപ്പം തീരെ ചെറിയ കുട്ടികളാകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളത് ബ്ലോക്ക് ചെയ്യണം. നമുക്ക് അഡൽട്ട് ഒരു സെർച്ച് എൻജിൻ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം പലപ്പോഴും ഞാൻ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാനായിട്ട് അനാറ്റമിന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് കയറി വരുന്നത് വേറെ പല പിക്ചേഴ്സുമാണ്. ഈ കുട്ടികൾക്ക് ഇതറിയില്ലല്ലോ. നമുക്കത് ക്ലോസ് ചെയ്യാം, നമുക്കത് ബ്ലോക്ക് ചെയ്യാം. പക്ഷേ കുട്ടികൾക്ക് അത് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണെപ്പോഴും അതിലുണ്ടായിരിക്കണം. ബ്ലോക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഇനി കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെന്നിരിക്കട്ടെ, ഒരു 12+ ഏജ് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ, ഒരു അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് കൃത്യമായ ധാരണ കൊടുക്കണം. വാട്ട് ഈസ് ലൈഫ്, ഈ സെക്ഷുവാലിറ്റി എന്താണ്, സെക്ഷൽ എഡ്യൂക്കേഷൻ എന്താണ്, ഇതിനെപ്പറ്റിയെല്ലാം കുട്ടികൾക്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വെക്കണം. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ കാര്യങ്ങൾ കുട്ടികൾ അറിയുമ്പം അവർ ഓൺലൈൻ സെർച്ച് ചെയ്യുമ്പോൾ എത്തിപ്പെടുന്ന ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല ലെവലിലും ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഓൺലൈൻ സ്പേസിൻ്റെ ആ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കുട്ടികളെ മനസ്സിലാക്കണം. ഹെൽത്തി സെക്ഷുവാലിറ്റി എന്താണ്, ജെൻഡർ റോൾസ് എന്താണ്, അതെല്ലാം കുട്ടികളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. ഇക്വാലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ സേഫ്റ്റി കംസ് ബിഫോർ ഇക്വാലിറ്റി ഓൾസോ. അപ്പോൾ അതും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് മാത്രമല്ല, ഇതിനെ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്ന കുറേ വീഡിയോ ഗെയിംസ് കുറച്ചൊക്കെ അവരെ എൻഗേജ് ചെയ്ത് വെക്കാൻ നല്ലതാണ്. നമ്മളും ജോലി തിരക്കാകുമ്പോഴത്തേക്ക് പലപ്പോഴും കുട്ടികളെ വീഡിയോ ഗെയിംസൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ വീഡിയോ ഗെയിംസിലും നമ്മൾ പറയണം, ടൈം ലിമിറ്റ് വെക്കണം. സ്ക്രീൻ ടൈം ഡെഫിനറ്റ്ലി നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. വീഡിയോ ഗെയിംസൊക്കെ കൈവിട്ട് പോയപ്പോഴാണ് ചില കുട്ടികൾ ആത്മഹത്യയിലൊക്കെ പോയതും അങ്ങനത്തെ ഡേഞ്ചറസ് ഗെയിംസിലേക്കൊക്കെ പോയത്. അപ്പം നമ്മൾ ആ സൈബർ സ്പേസിൻ്റെ കാര്യം കുട്ടികളെ വളരെ ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. നമ്മൾ ഇതിനെല്ലാത്തിനും ഫൈനലി നമ്മൾ എന്തിലേക്കാണ് വരുന്നത്?
ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഹെൽത്തി മെൻറ്റൽ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നുള്ള ടെൻഷൻ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനുള്ള, സ്ട്രെസ്സ് പോകാനുള്ള കാര്യങ്ങൾ നമ്മളവിടെ പഠിപ്പിക്കണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റ് കുറച്ച് നേരം ഇരുന്ന് കണ്ണടച്ചിരുന്ന് ദീർഘശ്വാസം എടുത്ത് വിടുക. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ നമുക്ക് ശാന്തമാക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ, ഈ ഫാമിലി ആക്ടിവിറ്റി, ഒരു വൈകുന്നേരം ഒരു വാക്കിന് പോവുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ കുറച്ച് വർത്തമാനം പറയുക, കുറച്ച് കുശലാന്വേഷണങ്ങൾ നടത്തുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഡെവലപ്പ് ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യുക. ഇപ്പോൾ ബാക്കി കുട്ടികളും ഇവരെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ നമുക്കും അറിയാൻ പറ്റും അവരെവിടെയാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, ആരുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചും ആൽക്കഹോളിസത്തിനെ കുറിച്ചും സ്മോക്കിങ്ങിനെ കുറിച്ചും സബ്സ്റ്റൻസ് യൂസിനെ കുറിച്ച് കുട്ടികൾക്കൊരു കൃത്യമായ ധാരണ വേണം. അതിൻ്റെ ചതിക്കുഴികൾ എവിടെയൊക്കെയാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു എക്സ്പോഷറെങ്കിലും അവർക്ക് കൊടുക്കാം. അങ്ങനെ അവർ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിശ്വസിക്കുന്ന, നമ്മളെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന, എന്താ പറയുന്നത്, നമ്മളെ ബിലോങ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ അടുത്ത് വന്ന് പറയും. അപ്പോൾ നമുക്കത് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്തിരിക്കണം. ഇത് കൂടാതെ ബാക്കി ടീച്ചേഴ്സും പേരൻസും തമ്മിലൊരു ഇൻട്രാക്ഷനിൽ അക്കാഡമിക് പ്രഷർ കുറയ്ക്കാൻ ഉള്ള മാർഗ്ഗങ്ങൾ തേടണം. പല കുട്ടികളും ഓവർവെൽഡാണ്, സ്കൂളിൽ ഒരുപാട് പഠിപ്പിക്കുന്നു, ട്യൂഷൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ആ കുഞ്ഞിനെ താല്പര്യം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിന് ആക്ടിവിറ്റീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എപ്പിസോഡിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.